അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ചൈനയിൽ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു. ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത് അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതിനുശേഷം ഇവൻ ഈ മോൻ ചർച്ചിൽ വരില്ല, വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അപ്പോഴവൻ എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ടേ ഇറങ്ങും. മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല, റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവൻ്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോഴേ ഞാൻ ഇനി ശ്രമിക്കാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്നെയും മകളെയും കൊല്ലും, എനിക്ക് പേടിയാണ്. പേടിച്ചരണ്ട് അമ്മ സുഷമ്മ പറയുന്ന വാക്കുകളാണിത്. ഈ അമ്മ പേടിക്കുന്നത് സ്വന്തം മകനെയാണ്, സ്വന്തം പിതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകനെ. ജന്മം കൊടുത്ത പിതാവിനെ 24 വെട്ടുകൾ വെട്ടിയ പ്രജിൻ എന്ന മകൻ എന്ന വാക്കിന് പോലും അർഹനല്ലാത്ത കൊടും ക്രിമിനൽ. ബോധത്തോടെയോ ബോധമില്ലാതെയോ എങ്ങനെയാണ് ഈ ക്രൂരത പ്രജിൻ ചെയ്തതെങ്കിലും അതൊന്നും യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമാകുന്നില്ല. ഈ കൊടും ക്രൂരതയ്ക്ക് യാതൊരു തരത്തിലുള്ള മാപ്പും പ്രജിൻ എന്ന പ്രതി അർഹിക്കുന്നില്ല. അതിക്രൂരനായ പ്രതി. കൊലപാതകം നടന്ന ആദ്യ ദിവസങ്ങളിൽ പുറത്തു വന്നത് തന്നെ സ്വതന്ത്രനായി ജീവിക്കാൻ പിതാവ് അനുവദിക്കുന്നില്ല എന്ന കാരണത്താൽ താൻ പിതാവിനെ കൊലപ്പെടുത്തി എന്ന ന്യായീകരണമാണ്. എന്നാൽ ഇപ്പോൾ ഇതാ പ്രജിന്റെ മാതാവ് ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് പുറത്തു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സാക്ഷരത കേരളം വീണ്ടും നടുങ്ങുകയാണ്. ബ്ലാക്ക് മാജിക് ആണോ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. മലയാളി വാർത്താ സംഘം കൊലപാതകം നടന്ന പിറ്റേ ദിവസം ആ നാട്ടിലെത്തി നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ കുടുംബത്തിന് ഉണ്ടായതായി തോന്നുന്നില്ല. മകനും പാവമായിരുന്നു, അച്ഛനും പാവമായിരുന്നു. മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ്, പിന്നെ എന്ത് പ്രശ്നം വരാൻ? ഇത്തരത്തിലുള്ള പ്രതികരണമായിരുന്നു ചുറ്റുമുള്ളവർ ഞങ്ങളോട് നടത്തിയത്. പക്ഷേ സ്വന്തം ഭർത്താവിനെ സ്വന്തം മകൻ ക്രൂരമായി കൊലപ്പെടുത്തുന്ന കൊടും ക്രൂരത നേരിട്ട് കണ്ട ആ അമ്മ ഇന്ന് മാധ്യമങ്ങളോട് ചങ്കു തുറന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ എത്രമാത്രം ക്രൂരതയാണ് ആ വീട്ടിനുള്ളിൽ അരങ്ങേറിയത് എന്നതിൻ്റെ പച്ചയായ ചിത്രം പുറത്തേക്ക് വരികയാണ്. ആ വീട്ടിനുള്ളിൽ നടന്ന ഭയാനക സംഭവങ്ങളും മറനീക്കി പുറത്തേക്ക് വരികയാണ്. പ്രജിൻ എന്ന മകൻ വഴി അവർ നേരിട്ട ദുരനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അമ്മ നടത്തിയിരിക്കുന്നത്. ജന്മം കൊടുത്തു എന്ന ഒരൊറ്റ തെറ്റ് ആ മാതാപിതാക്കൾ ചെയ്തുള്ളൂ എന്ന് തോന്നും ഈ ഓരോ ക്രൂരതകളും കേൾക്കുമ്പോൾ. അത്രയും കൊടും ക്രൂരമായിട്ടാണ് പ്രജിൻ എന്ന ക്രിമിനൽ ആ മാതാപിതാക്കളോട് പെരുമാറിയിരുന്നത്. സ്വന്തം പിതാവിനെ അതിക്രൂരമായി വെട്ടി ആ വീടിനുള്ളിൽ ഇട്ട് ഓടിച്ച് വെട്ടി കൊലപ്പെടുത്താൻ വേണ്ടി മാത്രം എന്തായിരുന്നു ഒരു കാരണം എന്ന ചോദ്യങ്ങൾക്ക് ഏതാണ്ട് ഒരു ഉത്തരം കിട്ടിയതുപോലെയാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ആ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് ആ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 7 വർഷത്തിലധികമായി മകൻ പ്രജിനെ ഭയന്ന് ജീവിക്കുകയാണ് ഈ മാതാവും പിതാവും. മകന്റെ അടിമകളായി ജോസിനും സുഷമയ്ക്കും കഴിയേണ്ടി വന്ന 7 വർഷങ്ങൾ. രാത്രികാലങ്ങളിൽ ഇരുവരെയും വീടിന് പുറത്താക്കി വീട് പൂട്ടുക, അച്ഛനെ മർദ്ദിക്കുക, അച്ഛനെ കഴുത്തിന് പിടിച്ച് ചുമരോട് ചേർത്ത് ഉയർത്തി നിർത്തുക തുടങ്ങി ശാരീരികമായും മാനസികമായും പ്രജിൻ നിരന്തരം ഇവരെ ഉപദ്രവിച്ചിരുന്നു. ഒടുവിൽ ആ ക്രൂരതകൾ കൊടും ക്രൂരതയായി പിതാവിനെ കൊലപ്പെടുത്തുക എന്ന തരത്തിലേക്ക് വരെ പ്രജിൻ എന്ന ക്രിമിനലിനെ എത്തിച്ചു എന്നതാണ് ഏറ്റവും ഭയാനകവും ഒപ്പം വേദനാജനകവുമായ കാര്യം. ഫെബ്രുവരി 5 ബുധനാഴ്ച രാത്രി 9:45 ആ വീട്ടിനുള്ളിൽ
കൊടും ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ഹാളിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ കഴുത്തിൽ മകൻ വെട്ടുന്ന കാഴ്ചയാണ് അമ്മ സുഷമ്മ കണ്ടത്. ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായി സുഷമ്മ നിലത്ത് വീണു. പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്കോടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 24 വെട്ടുകളാണ് സ്വന്തം മകനിൽ നിന്നും ജോസിന്റെ ശരീരത്തിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയത് ജോസ് നേരിടേണ്ടി വന്നത്. ഇത്രയും വെട്ടിയ ശേഷം കഴുത്തു മുറിച്ച് സ്വന്തം പിതാവിനെ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് പ്രജിൻ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയ ആ കൊടും ക്രിമിനൽ വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ ഇത്തരത്തിൽ മോശമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത്. മുറിയിൽ നിന്ന് ഓം പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നു. മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. കൊലപാതകത്തിന് ശേഷമാണ് ബ്ലാക്ക് മാജിക് ആണെന്ന് അറിഞ്ഞത് എന്നതടക്കമുള്ള പ്രതികരണമാണ് അമ്മ നടത്തിയിരിക്കുന്നത്. കോവിഡിനെ തുടർന്നാണ് ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാതെ പ്രജിൻ നാട്ടിൽ മടങ്ങിയെത്തിയത്. പിന്നീടാണ് അഭിനയമോഹവുമായി പ്രജിൻ കൊച്ചിയിലെത്തിയത്. കൊച്ചിയിൽ നിന്നും തിരികെ വന്ന ശേഷം പ്രജിനിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് അമ്മ പറയുന്നു. 2014 പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലെ വുഹാൻ സിറ്റിയിലെത്തിയത്. കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയായിരുന്നു ചൈനയിൽ പോയത്. എന്നാൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രജിൻ നാട്ടിലേക്ക് മടങ്ങി. അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനിരുന്ന ഫീസ് ഏജൻസി വഴി അടച്ചെങ്കിലും അത് കോളേജിന് കിട്ടില്ലെന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാനും കഴിഞ്ഞില്ല. ഏജൻസിക്കെതിരെ DGPക്കും SP-ക്കും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജിൻ പരാതി നൽകിയിരുന്നു. മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെ സിനിമയിലേക്ക് ചേക്കേറാൻ ശ്രമിച്ച പ്രജിൻ ഒടുവിൽ കൊച്ചിയിലെ നിയോ ഫിലിം ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്കൂളിലാണ്. ഈ വീട്ടിൽ നേരത്തെയും ഒരു മരണം സംഭവിച്ചിരുന്നു. ജോസ് സുഷമകുമാരി ദമ്പതിമാരുടെ 3ാമത്തെ മകനാണ് പ്രജിൻ ജോസ്. ഇവരുടെ മൂത്ത മകൻ 8 വയസ്സുള്ളപ്പോൾ അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. 2ാമത്തെ മകൾ വിവാഹിതയായി ഭർതൃ വീട്ടിലാണ് താമസം. ആദ്യ മകന്റെ മരണത്തിന് ശേഷം പിറന്ന കുട്ടിയാണ് പ്രജിൻ. അതുകൊണ്ട് തന്നെ ഏറെ ലാളന പ്രജിന് കിട്ടിയിരുന്നു. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിൽ പ്രജിൻ ഏറെ അസ്വസ്ഥനായിരുന്നുവെന്നാണ് കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തി. പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ചെയ്യും. ഇടയ്ക്കൊരിക്കൽ മനോരോഗ ചികിത്സ തേടിയിരുന്നു. വീടിനകത്തും പുറത്തും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് പ്രജിൻ്റെതെന്നും സുഷമകുമാരി കൂട്ടിച്ചേർത്തു. മാത്രമല്ല മലയാളി വാർത്താ സംഘത്തോടും അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരും പ്രതികരിച്ചത് ഇപ്രകാരം തന്നെയാണ്. വീട്ടിൽ ചെന്നാൽ തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അച്ഛനെ വിളിക്കാം, അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ് ഉടൻ തന്നെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന, യാതൊരു സഹകരണവും പുറം ലോകവുമായി യാതൊരു സഹകരണമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു പ്രജിൻ എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലുകൾ നമ്മളോടും നടത്തിയിരുന്നു ചിലർ. എന്തായാലും ഈ പ്രജിൻ എന്ന പ്രതി നടത്തിയ അതിക്രൂര കൊലപാതകം കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. അതിന് പിന്നാലെ എന്താണ് ആ വീട്ടിനുള്ളിൽ സംഭവിച്ചത്, പ്രജിൻ എന്തുകൊണ്ട് ഇത്തരത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളുമായി സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങളും അക്ഷരാർത്ഥത്തിൽ സാക്ഷരതാ കേരളത്തെ ഒരിക്കൽ കൂടി നടുക്കുന്നതാണ്. തീർച്ചയായിട്ടും പ്രജിൻ പുറത്തിറങ്ങിയാൽ ഞങ്ങളെയും അവൻ കൊലപ്പെടുത്തുമെന്ന ആ അമ്മയുടെ ഭയപ്പാട്, ആ അമ്മയുടെ വാക്കുകൾ തീർച്ചയായിട്ടും അത് വളരെയധികം ഗൗരവകരമായി എടുക്കേണ്ട വാക്ക് തന്നെയാണ്. അവൻ പുറത്തിറങ്ങിയാൽ അവരെ അപായപ്പെടുത്തുമോ എന്ന ഭയം അവരുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെയുണ്ട്. അർഹമായ ശിക്ഷ, ഈ പ്രതി അർഹിക്കുന്ന ശിക്ഷ, മാതൃകാപരമായൊരു ശിക്ഷ അത് ഈ പ്രതിക്ക് കിട്ടണമെന്ന് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. മറ്റൊരു ചെന്താമര ഉണ്ടാകാതിരിക്കട്ടെ എന്നും ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്.